മണ്ണാർക്കാട് 2 വില്ലേജിൽപ്പെട്ട തെങ്കരയിലെ 28 ഏക്കർ നെൽപ്പാടം കൃത്രിമ രേഖകൾ ചമച്ച് തരം മാറ്റിയെന്ന് കണ്ടെത്തൽ. താലൂക്ക് രേഖയിൽ നെൽവയലാണെങ്കിൽ വില്ലേജ് രേഖയിൽ കരഭൂമിയായതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് CPI തെങ്കര വില്ലേജിലേക്ക് മാർച്ച് നടത്തി. മണ്ണാർക്കാട്ടെ പ്രമാണിക്ക് വേണ്ടി ഭൂമി തരം മാറ്റിയത് ലീഗ് നേതാവും MLAയും ചേർന്നാണെന്ന് ഉദ്ഘാടന വേളയിൽ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ. CPI Zindabad. CPI Zindabad. CPI Zindabad. Prasedam. Municipality Prasedam. Inkulab Zindabad. Bhumapiyude vilayattu. Kayyum ketti nokki nilkavilla. Taakkeedaanithu taakkeed. ഒരു സർവേ നമ്പറിൽ മാത്രം 28 ഏക്കർ ഭൂമി ഇത്തരത്തിൽ തരം മാറ്റിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. തെങ്കര കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭൂമി തരം മാറ്റൽ സംഘവും റവന്യൂ ഉദ്യോഗസ്ഥരിലെ ചിലരും ചേർന്നാണ് ഇത്തരത്തിൽ നെൽപ്പാടം കരഭൂമിയാക്കിയതെന്നാണ് ആരോപണം. ഏതാനും വർഷം മുൻപാണ് വില്ലേജ് രേഖകളിൽ തിരിമറി നടത്തിയിരിക്കുന്നത്. ഈ തട്ടിപ്പ് ഇപ്പോൾ കണ്ടെത്തിയ സർവേ നമ്പറിലോ തെങ്കര പഞ്ചായത്തിലോ ഒതുങ്ങുമെന്ന് കരുതാനാവില്ല. 2008 തണ്ണീർത്തടം സംരക്ഷണ നിയമം അനുസരിച്ച് ഭൂരേഖകളിൽ മാറ്റം വരുത്താനുള്ള അധികാരം സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് മാത്രമാണ്. അത് സാധ്യമാകണമെങ്കിൽ നെൽവയൽ തണ്ണീർത്തടം സംരക്ഷണ നിയമം അനുസരിച്ച് ഫോറം നമ്പർ 5 അപേക്ഷ നൽകണം. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഈ അപേക്ഷ പരിഗണിക്കണം. കൃഷി ഓഫീസർ, വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, കർഷക സംഘടനയുടെ പ്രതിനിധികൾ, പാടശേഖര സമിതിയുടെ പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെട്ട ഈ കമ്മിറ്റിയുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം RDOക്ക് ശുപാർശ ചെയ്യണം. അതിനുശേഷം ഫോറം നമ്പർ 6 വീണ്ടും അപേക്ഷ നൽകി ആവശ്യമായ ഫീസ് ഒടുക്കിയതിനു ശേഷം പിന്നീട് RDO നൽകുന്ന ഉത്തരവിന് വിധേയമായി മാത്രമേ ഭൂരേഖകളിൽ മാറ്റം വരുത്താൻ പാടുള്ളൂ. നിയമം ഇല്ലാതായിരിക്കെ മണ്ണാർക്കാട് 2 വില്ലേജ് ഓഫീസ് കേന്ദ്രീകരിച്ച് വൻ ക്രമക്കേടാണ് നടന്നിട്ടുള്ളത്. തെങ്കരയിൽ കൃത്രിമം കാണിച്ച് ഭൂമി തരം മാറ്റിയ പ്രമാണി, അതിനു കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർ, ലീഗ് നേതാക്കൾ തുടങ്ങിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് CPI വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. CPI പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. വളരെ വ്യാപകമായി ഭൂരേഖകൾ കൃത്രിമം നടത്തിയിട്ടുണ്ട്. അതിന് റവന്യൂ ഓഫീസർ, വില്ലേജ് ഓഫീസറുടെ സഹായം വേണം. ആ സമയത്തുണ്ടായിരുന്ന ഭൂരേഖ തഹസിൽദാർ ആരാണോ അദ്ദേഹത്തിന് സഹായം വേണം. ഒരുപക്ഷെ ഭൂരേഖ തഹസിൽദാരെ ഇക്കാര്യത്തിൽ കൂട്ടിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് താലൂക്കിൽ ഭൂരേഖകളിൽ ഇത് മാറ്റം വരാത്തത്. അതായത് വില്ലേജ് ഓഫീസിൽ നടന്നിട്ടുള്ള കൃത്രിമ രേഖ ചമയ്ക്കലാണിത്. ഈ ഭൂമി രേഖ ആരാണ് ഇതിന്റെ ഗുണഭോക്താവ്? മണ്ണാർക്കാട് ഏറ്റവും പ്രഗത്ഭനായ ഒരു പണക്കാരനാണ്. പഴേരി വീട്ടിൽ അബ്ദുൽ അസീസിന്റെ ഭാര്യയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താവായി വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഈ പ്രമാണിയുടെ താല്പര്യത്തിന് വേണ്ടി റവന്യൂ ഓഫീസർ, വില്ലേജ് ഓഫീസർ രേഖകളിൽ കൃത്രിമം നടത്തിയിട്ടുണ്ട്. അതിന് സഹായകമായ നിലപാടുകൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് പല ഏജന്റുമാരും, പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക പ്രവർത്തകരും അതിന് ചുവട് പിടിക്കുന്ന, അതിന് സഹായകമായി നിൽക്കുന്ന മണ്ണാർക്കാട് MLAയുമാണ് ഈ കൃത്രിമങ്ങൾ മുഴുവൻ മണ്ണാർക്കാട് നടക്കുന്നതിന് വേണ്ട ഭരണപരമായ സഹായം ചെയ്തു കൊടുക്കുന്നത് എന്ന് വളരെ ഗൗരവബുദ്ധിയ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. K. മുരുകദാസ് അധ്യക്ഷത വഹിച്ചു. തെങ്കര ലോക്കൽ സെക്രട്ടറി ഭാസ്കരൻ മുണ്ടക്കണ്ണി, മണ്ഡലം സെക്രട്ടറി AK അബ്ദുൽ അസീസ്, അസിസ്റ്റന്റ് സെക്രട്ടറി K. രവികുമാർ, രവി, M. ചന്ദ്രശേഖരൻ, E. ബിന്ദു, ബോബി ജോയ് ഓണക്കൂർ, ഭരത് ചേറുംകുളം, P. നൌഷാദ് എന്നിവർ പ്രസംഗിച്ചു. മലബാർ ന്യൂസ്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.